സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നിർബന്ധമായും നമ്മൾ ഒഴിവാക്കേണ്ടുന്ന വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അധ്യായത്തിലാണ് നമ്മളുള്ളത്. വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടുന്ന ഒട്ടേറെ കവാടങ്ങൾ ഇസ്ലാം കൊട്ടിയടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമെന്നോണം അന്യ സ്ത്രീ പുരുഷന്മാരുടെ പരസ്പരമുള്ള ദർശനവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞതിൻ്റെ ശേഷം ഒരു അന്യ സ്ത്രീയും ഒരു പുരുഷനും ഒരിടത്ത് തനിച്ചായി ഇരിക്കുവാൻ പാടില്ല, അവിടെ മൂന്നാമനായി പിശാച്ചാനുണ്ടാവുക എന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയം വിശദീകരിക്കുന്ന അധ്യായത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. عن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم قال لا يخلون أحدكم بامرأة إلا مع ذي محرم متفق عليه. മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ലാ യഖ്ലുവന്ന, തനിച്ചാവരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഖലാ യഖ്ലു, ഖലാ തനിച്ചായി, അതിന് മുളാരിയാണ് യഖ്ലു. ലാ യഖ്ലുവന്ന നിരോധക്രിയയാണ്. ലാ യഖ്ലുവന്ന, തനിച്ചാവുകയേ ചെയ്യരുത്. അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ, ബിംറഅത്തിൻ, ഒരു അന്യ സ്ത്രീയുമായി തനിച്ചാവരുത്. ഇല്ലാ മഅ ദീ മഹ്റമിൻ, അവൾക്ക് വിവാഹം നിഷിദ്ധമായ ഒരാൾ കൂടെ ഉണ്ടെങ്കിലല്ലാതെ. അതാണല്ലോ മഹ്റം. മഹ്റം കൂടെയില്ലാതെ ഒരു സ്ത്രീയുമായും നിങ്ങളിൽ ഒരാളും തനിച്ചാവാൻ, ഒറ്റക്കാവുവാൻ പാടില്ല. അങ്ങനെ ചെയ്യരുത്. ഇതാണ് ഈ ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫഖുൻ അലൈഹി എന്ന പദവി ലഭിച്ചിട്ടുള്ള ഹദീസാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ പറയുകയുണ്ടായി, അവിടെ ഏത് മേഖലയിലാണെങ്കിലും ഇത് ശ്രദ്ധിക്കണം എന്ന കാര്യം. കുടുംബക്കാരാണെങ്കിൽ അതിൻ്റെ ഗൗരവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം വായിച്ച ഹദീസിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇവിടെ മൊത്തത്തിലാണ് പറയുന്നത്, ആരായിരുന്നാലും ശരി, മഹ്റം കൂടെയില്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീയും ഒരു പുരുഷനും തനിച്ചാകുവാൻ പാടില്ല. നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും വാഹനങ്ങളിൽ ഡ്രൈവറുടെ കൂടെ തനിച്ച് യാത്ര ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അതേപോലെ തന്നെ ആ വിധത്തിലുള്ള പല ഘട്ടങ്ങളിലും തനിച്ച് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കായിത്തീരുന്ന അവസ്ഥകൾ ധാരാളം കണ്ടുവരുന്നുണ്ട്. അതൊക്കെയും അപകടകരമായ പല സംഭവങ്ങളിലേക്കും എത്തിപ്പെടാറുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപകടം വന്നിട്ട് പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ എന്നുള്ള നിലയ്ക്ക് ഇസ്ലാം ആദ്യം തന്നെ അപകടങ്ങളിലേക്ക് എത്തിക്കുന്ന വസീലകളെ, ഇത് വസീലത്തുനിലൽ ഹറാം, ഹറാമിലേക്കുള്ള വസീലയാണ്. അപ്പോൾ ഹറാമായ കാര്യത്തിലേക്ക് എത്തിക്കുന്ന ഈ ഒരു കാര്യവും, അതിനും മനുഷ്യൻ ഈ ഹറാമായ കാര്യം തന്നെയാണ് അതിലൂടെയും അവന് സംഭവിക്കുന്നത്. അത് വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. ഒരുപാട് കാലം പരിചയമുള്ള ഡ്രൈവറാണ്, വർഷങ്ങളോളമായിട്ട് നമ്മളെ വീട്ടിലുള്ള ആളാണ്, വിശ്വസ്തനാണ്. അതൊന്നും ഈ വിഷയത്തിൽ ന്യായീകരണമല്ല. അതൊന്നും ഇസ്ലാം ഈ വിഷയത്തിൽ ന്യായീകരണമായി അനുവദിക്കുന്നുമില്ല, ആരായിരുന്നാലും. കാരണം ഇതൊക്കെ നിർദ്ദേശം തന്നെ ആരോടാണ്? വിശ്വാസികളോടാണല്ലോ, മുഅ്മിനീങ്ങളോടാണ് ഇതൊക്കെ നിർദ്ദേശം തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയം ശുദ്ധമാണ്, അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ചിന്ത വരലാണ് പിന്നീട്. ആദ്യം അശുദ്ധമായിട്ടല്ല, അശുദ്ധമാവുകയാണ് ശുദ്ധമായ ഹൃദയം. എപ്പോൾ? സാഹചര്യങ്ങൾ ഒത്തുകിട്ടുമ്പോൾ. അതാണ് ഇതിലുള്ള വിഷയം. ആള് ക്ലീനായിരിക്കാം, ആള് ശുദ്ധനായിരിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷേ സാഹചര്യങ്ങളാണ് മനുഷ്യനെ തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കുവാനാണ് ഇസ്ലാം ഇതിലൂടെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ എല്ലാവരും ഇങ്ങനെയാണ് എന്നുള്ളതല്ല. ആ സാഹചര്യത്തിലേക്ക് ഒരു പക്ഷേ മനുഷ്യൻ അങ്ങനെ പെട്ടുപോയേക്കും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഗൗരവത്തോടുകൂടെ പറഞ്ഞതും, നിങ്ങളങ്ങനെ തനിച്ചാകാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ടെലിഫോണിലാണെങ്കിലും ചാറ്റിംഗ് രീതിയിലാണെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ
ഈ വിധത്തിലുള്ള ആ ദുഷ്പ്രേരണകൾക്ക് ചാൻസ് വരുന്ന വിധത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഭാഗവാക്കാവുവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഹദീസ്, ഈ അധ്യായത്തിൽ നൽകപ്പെട്ടിട്ടുള്ള അവസാനത്തെ ഹദീസാണിത്. വഅൻ ബുറൈദ റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم قال قال رسول الله صلى الله عليه وسلم حرمة نساء المجاهدين على القاعدين كحرمة أمهاتهم ما من رجل من القاعدين يخلف رجلا من المجاهدين في أهله فيخونه فيهم إلا وقف له يوم القيامة فيأخذ من حسناته ما شاء حتى يرضى ثم التفت إلينا رسول الله صلى الله عليه وسلم فقال ما ظنكم. എന്താണ് ഇതിൽ പറയുന്ന വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹുർമത്തു നിസാഇൽ മുജാഹിദീന, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹുർമത്തു നിസാഇൽ മുജാഹിദീന, യുദ്ധത്തിന് പുറപ്പെടുന്ന ആളുകളുടെ ഭാര്യമാരുടെ പവിത്രത. മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യോദ്ധാക്കൾ. ഇതിലെ വിഷയം പെട്ടെന്ന് നമുക്ക് അർത്ഥം പറയുന്നതിൻ്റെ മുമ്പ് തന്നെ കാര്യം പറഞ്ഞാൽ പെട്ടെന്നാണ് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് പുറം രാജ്യങ്ങളിലേക്കാണല്ലോ പലയിടങ്ങളിലേക്കും ജിഹാദിന് വേണ്ടി യുദ്ധാവശ്യാർത്ഥവും മറ്റ് കാര്യങ്ങൾക്കൊക്കെ പുറപ്പെട്ടു പോകും. അങ്ങനെ പുറപ്പെട്ടു പോകുമ്പോൾ രണ്ട് വിഭാഗം ആളുകളുണ്ടാകും. ഒന്ന്, യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പോകുന്ന മുജാഹിദുകൾ. മറ്റൊന്ന് ഖാഇദീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ കഴിയാത്ത പ്രതിബന്ധങ്ങളുള്ള, അതുപോലെ തന്നെ കുട്ടികളായിരിക്കാം, രോഗികളായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വികലാംഗരായിരിക്കാം, പ്രതിബന്ധങ്ങളുള്ള ആളുകൾക്ക് പോകൽ നിർബന്ധമല്ല. അങ്ങനെയുള്ള ആളുകളാണ് അവിടെ മദീനയിൽ തന്നെ അവിടെ അവശേഷിക്കും അവർ. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഖാഇദീൻ എന്ന് പറയും. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇത് രണ്ടും വിഭജിച്ച് പറയാറുണ്ട്. ലാ യസ്തവിൽ ഖാഇദൂന, അതേപോലെ തന്നെ ഇങ്ങനെ മുജാഹിദീന എന്നിങ്ങനെ ഫളലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം യുദ്ധത്തിന് പോകുന്ന ആളുകളും നാട്ടിൽ നിൽക്കേണ്ടി വരാൻ നിർബന്ധിതമായി തീരുന്ന ആളുകളും, ഒരുപക്ഷെ അവർക്ക് വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അനാരോഗ്യ നിമിത്തം, അല്ലെങ്കിൽ വൈകല്യങ്ങൾ നിമിത്തം, അല്ലെങ്കിൽ കുട്ടികളാണ് എന്നുള്ള കാരണത്താൽ, അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആളുകളില്ല എന്നുള്ള കാരണത്താൽ, പല കാരണങ്ങളാൽ ഇങ്ങനെ പിന്തി നിൽക്കുന്ന ആളുകളുണ്ടാകും. അഥവാ ഇരിക്കുന്നവർ എന്നാണ് ഖാഇദീൻ എന്ന് പറഞ്ഞാൽ. ഖാഇദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇരുന്നു. ഖാഇദീൻ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവരെന്ന് പറഞ്ഞാൽ പോകാതെ, യുദ്ധത്തിന് പുറപ്പെട്ടു പോകാതെ മദീനയിൽ അവശേഷിച്ചു ബാക്കിയുള്ളവരെയാണ് ആ ഹദീസിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകളെയാണ് ഈ പറയുന്നത്. അവരെ സംബന്ധിച്ച് എന്താ ഇവിടെ പറയുന്നത്? ഹുർമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പവിത്രത. ഹുർമത്ത് എന്ന് പറഞ്ഞാൽ പവിത്രത എന്നാണ് അർത്ഥം. ആരുടെ പവിത്രത? നിസാഇൽ മുജാഹിദീന, യുദ്ധത്തിന് സമരത്തിന് വേണ്ടി പുറപ്പെട്ടു പോകുന്ന സഹാബിമാരുടെ ഭാര്യമാരുടെ പവിത്രത. അലൽ ഖാഇദീന, ഇവിടെ യാത്ര പുറപ്പെട്ടു പോകാതെ ബാക്കിയായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ബാക്കിയായി മദീനയിൽ ഇരിക്കുന്ന ഖാഇദീങ്ങളുടെ മേൽ ഈ പുറപ്പെട്ടു പോകുന്ന സഹാബിമാരുടെ ഭാര്യമാരുടെ പവിത്രത ഏതുപോലെയാണ്? കഹുർമത്തി ഉമ്മഹാത്തിഹിം, അവരുടെ മാതാക്കളുടെ പവിത്രത പോലെയാണ്. അവരുടെ മാതാക്കളുടെ പവിത്രത പോലെയാണ് എന്ന് പറഞ്ഞാൽ ഉമ്മാരെ സ്ഥാനത്താണ്. ഉമ്മമാരുടെ സ്ഥാനമാണ് ആർക്കുള്ളത്? മുജാഹിദുകളായ ആളുകളുടെ ഭാര്യമാർക്കുള്ളത്, അവരുടെ സ്ത്രീകൾക്കുള്ളത്. ആരെ സംബന്ധിച്ചിടത്തോളം? ഇവിടെ നാട്ടിൽ ബാക്കിയാകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഇങ്ങനെ പുറപ്പെട്ടു പോകാത്ത ആളുകൾക്കായിരുന്നു പുറപ്പെട്ടു പോകുന്ന ആളുകളുടെ സ്ത്രീകളുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ വീട്ടിലാളില്ലല്ലോ, പുറപ്പെട്ടു പോകുന്ന ആളുകളുടെ വീട്ടിലാളില്ല. അപ്പോൾ അയൽ വീടുകളായിരിക്കും, ബന്ധപ്പെട്ട ആളുകളായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ ഖാഇദീങ്ങളിലുണ്ടാകും. നാട്ടിലുള്ളവരെ ആണ് അവരെ ഏൽപ്പിക്കുക.
നിങ്ങൾ എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കണം കേട്ടോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഓരോരുത്തരുടെയും ഏൽപ്പിക്കും, നിങ്ങൾ ഇന്ന ആളുകളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെ വീടുകളിൽ ആളില്ല, അവർ പുറത്തേക്ക് പോവുകയാണ്, അപ്പോൾ അവരുടെ കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അവിടെ ബാക്കിയാകുന്ന ഖായിദീങ്ങളെ ഏൽപ്പിച്ചു പോകും. അവരോടുള്ള ഗൗരവതരമായ നിർദ്ദേശമാണ് ഈ ഹദീസിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മാതാക്കളോടുള്ള പവിത്രത പോലെ നിങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ വേണം. നിങ്ങളുമ്മാരെ സ്ഥാനം നിങ്ങൾ അവർക്ക് കൊടുക്കണം. നിങ്ങളുമ്മാരെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ പവിത്രരായി കാണുന്നുണ്ടോ അതുപോലെ നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആ സ്ത്രീകളുടെ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് ആ പറയുന്നത്. ഹുർമത്തു നിസാഇൽ മുജാഹിദീന അലൽ ഖാഇദീന കഹുർമത്തി ഉമ്മഹാതിഹിം ആണ് അതിൻ്റെ ആശയം. ഇനി ഒന്നും കൂടി അതിൻ്റെ വിശദീകരണം പറയണം. മാമിൻ റജുലിൻ, ഏതൊരു പുരുഷനാവട്ടെ ഏതു കൂട്ടത്തിൽപ്പെട്ട മിനൽ ഖാഇദീന, അങ്ങനെ ഖാഇദീങ്ങളായ ആളുകളിൽപ്പെട്ട ഏതൊരു പുരുഷനായാലും അയാൾ യഖ്ലുഫു, അയാൾ പകരം ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അയാൾ ഖലഫ യഖ്ലുഫു എന്ന് പറഞ്ഞാൽ ഖലീഫ, പകരമായി ഏൽപ്പിച്ചിട്ടുള്ളയാളാണ്. അയാൾ ഒരു പിൻഗാമിയാണ്. ആരുടെ ഖലീഫയാണ്? ആരുടെ ഖലീഫയാണ് അയാൾ? റജുലം മിനൽ മുജാഹിദീന, മുജാഹിദുകളായി പുറപ്പെട്ടു പോയിട്ടുള്ള യോദ്ധാക്കളുടെ ഖലീഫയാണിദ്ദേഹം. എവിടെ? ഫീ അഹ്ലിഹി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇനിയിപ്പോൾ ഈ പെണ്ണുങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഖലീഫയുടെ സ്ഥാനത്താണ് ആര്? ഈ നാട്ടിൽ നിൽക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പുരുഷൻ ഫയഖൂനുഹു ഫീഹിം, അത്തരത്തിലുള്ള ആളുകളെ വഞ്ചിക്കുന്നുവെങ്കിൽ, അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടു പോയ ഒരാൾ ഫയഖൂനുഹു, എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? ഈ റജുലിനെ വഞ്ചിക്കുന്നു. ഫീഹിം, ഏൽപ്പിക്കപ്പെട്ടു പോയ ആളുകളുടെ കാര്യത്തിൽ അയാൾ വഞ്ചന കാണിച്ചാൽ, എന്താണ് വഞ്ചന കാണിക്കുക? ഏതെല്ലാം കാര്യങ്ങളിൽ വഞ്ചന കാണിക്കാം? ഒന്ന്, നോട്ടം. അനാവശ്യമായ നോട്ടം പാടില്ല. എന്നെ ഏൽപ്പിച്ചു പോയ പെണ്ണാണ്, വേറെ ആരും കാണാനില്ല, ആരും നോക്കാനില്ല, ആരും ചോദിക്കാനില്ല, ആരും അറിയാനില്ല എന്നുള്ള നിലക്ക് എനിക്ക് അവർ അനാവശ്യമായി നോക്കൽ എന്താണ്? അത് ഖിയാനത്താണ്, ഞാൻ കാണിക്കുന്ന വഞ്ചനയാണ്. അവരുമായി ഞാൻ തനിച്ചാവാൻ പാടില്ല. നിങ്ങളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളാണ് ഞാൻ, അതുകൊണ്ട് പരിയിൽ ഞാൻ വന്നിരുന്നോളാം എന്ന് നീയും ഒരു പെണ്ണും തമ്മിൽ എന്താവാൻ പാടില്ല? അന്യ സ്ത്രീയുമായിട്ട് ഒരുമിച്ചിരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഖിയാനത്താണ്. അതൊക്കെ ഫയഖൂനുഹും എന്ന് പറഞ്ഞാൽ അവരെ വഞ്ചിക്കുന്നതിൽ പെടുകയാണ്. പിന്നെ ബാക്കിയെല്ലാം പിന്നെ പെട്ടു. സ്പർശിക്കാനോ നീ ഏത് കാര്യമാണെങ്കിലും ദർശനവും അതേപോലെ തന്നെ ഒറ്റക്കാവലും പോലും എല്ലാം നിഷിദ്ധമാണല്ലോ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യം പറയും വേണ്ട. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോയ ഈ ആളുടെ കാര്യത്തിൽ ഒരാൾ വഞ്ചന കാണിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഗൗരവം പറയാണ്, ഇല്ലാ വഖഫ ലഹു യൗമൽ ഖിയാമ, ഈ വ്യക്തിക്ക് മുമ്പിൽ അള്ളാഹു ഖിയാമത്ത് നാളിൽ നിർത്താതിരിക്കുകയില്ല. ആരെയാണോ ഞാൻ വഞ്ചിച്ചത് ആ വ്യക്തിക്ക് മുമ്പിൽ പരലോകത്ത് റബ്ബ് എന്നെ നിർത്തും. ഇല്ലാ വഖഫ ലഹു, ഈ വ്യക്തിക്ക് വേണ്ടി അള്ളാഹു നിർത്തുക തന്നെ ചെയ്യും, നിർത്താതിരിക്കില്ല. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. എന്തിനാ നിർത്തുന്നത്? അവനെ വഞ്ചന കാണിച്ചല്ലോ. താൻ ഏൽപ്പിച്ചുപോയ തൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഉമ്മയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ തൻ്റെ സഹോദരിയുടെ കാര്യത്തിൽ ഇയാൾ വീഴ്ച വരുത്തിയെങ്കിൽ നാളെ മഹ്ശറിൽ അതിന് കിട്ടാൻ പോകുന്ന ഗൗരവപ്പെട്ട അതിൻ്റെ പ്രതിക്രിയ നടപടി എപ്രകാരമാണ്? ഫയഖുദു, അങ്ങനെ എന്തു ചെയ്യാണ്? ഈ നിർത്തിയിട്ടുള്ള മനുഷ്യൻ ഫയഖുദു, അയാൾ എടുക്കുന്നതാണ് മിൻ ഹസനാതിഹി, തന്നെ വഞ്ചിച്ചയാളുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും. തന്നെ ആരാണോ വഞ്ചിച്ചത് അയാളുടെ സൽക്കർമ്മങ്ങൾ ഇയാൾ എടുക്കും. മാഷാ എന്നാണ്, അതിന് കയ്യും കണക്കൊന്നുമില്ല. അയാൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാനാണ് ഓർഡർ. ഹത്തായർല എന്നാണ്, ഹത്തായർല, അയാൾക്ക് തൃപ്തിയാവോളം എടുക്കും എന്നാണ്. അതിന് കയ്യും കണക്കൊന്നും അള്ളാഹ് അവിടെ നിശ്ചയിക്കൂല എന്നാണ്. നിനക്ക് എത്രയാണോ വേണ്ടത് എടുത്തോ. അയാളുടെ കർമ്മങ്ങളൊക്കെ നീ എടുത്തോ. ഹസനാത്തുകൾ, സൽക്കർമ്മങ്ങളൊക്കെ ഇയാൾ കൊണ്ട് എടുക്കുകയാണ്.
ഒക്കെ ഇയാൾ പകരം എടുക്കും. കാരണം അവിടെ തിരിച്ച് വഞ്ചിക്കാനും അവിടെ ദീനാറ് കൊണ്ടും ദിർഹമ് കൊണ്ടും പകരം വീട്ടാനും ഒന്നുള്ള ലോകമല്ലല്ലോ. അവിടെ നഷ്ടപ്പെടുക ഏതാണ്? സൽക്കർമ്മങ്ങളാണ്. അങ്ങനെ ഹസനാത്തുകളൊക്കെ ഇയാൾ കണ്ട് വലിച്ചെടുക്കും. ഇത് പറഞ്ഞിട്ട് സുമ്മൽതഫത ഇലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ സ്വഹാബി ബുറൈദ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇത് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂല് സുമ്മ പിന്നീട് ഇൽതഫത തിരിഞ്ഞു നോക്കി, ഇലൈന ഞങ്ങളുടെ നേരെ ഒന്നിങ്ങനെ തിരിഞ്ഞു, വിഷയത്തിൻ്റെ ഗൗരവം പറയാൻ അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞിട്ട് ഫഖാല ഇപ്രകാരം പറഞ്ഞു, മാ ളന്നുക്കും, എന്താ നിങ്ങളെ വിചാരം? നിങ്ങളെന്താ ഇപ്പം വിചാരിക്കുന്നത്? ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? യഅനി എൻ്റെ ഉദ്ദേശം എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. മാ ളന്നുക്കും അൻ യബ്ഖിയ മിൻ ഹസനാതിഹി, അയാളുടെ നന്മയിൽ നിന്ന് വല്ലതും ബാക്കിയാകും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒന്നും ബാക്കിയാവില്ല, മുഴുവൻ വലിക്കും എന്നാണ്. അതാണ് ആ ചോദ്യം. അതിനത്ര അതിന് ഗൗരവമാണെന്നാണ്. മുഴുവനാണ്ട് വലിക്കും, മുഴുവൻ സൽക്കർമ്മങ്ങളും അയാൾ പിന്നെ തിരിച്ചു വാങ്ങും എന്നാണ്. കാരണം ഒരു മനുഷ്യന് പരലോകത്ത് കിട്ടിയാൽ തികയില്ല എന്നാണ്. കിട്ടിയാൽ തികയില്ല. അയാൾ എന്നെ വഞ്ചിച്ചതിനുള്ള ഇത്ര ശതമാനം ഞാൻ എടുത്തോളാമെന്നൊന്നും അയാൾ പറയില്ല എന്ന്. കാരണം പരലോകം എന്ന് പറഞ്ഞാൽ ഒരു ഹസനത്തിന് വേണ്ടി മനുഷ്യൻ കൊതിക്കുന്ന ലോകമാണ്. എത്രയോ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യരിവിടെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള നന്മകൾ ഓർത്ത് നാളെ പരലോകത്ത് ഓരോരുത്തരും മുഅ്മിനീങ്ങൾ പോലും നെടും ഖേദത്തിലാകുന്നതാണ്. ഒരു സുബ്ഹാനല്ലാഹ് ഞാൻ ചൊല്ലിയിരുന്നെങ്കിൽ എന്നോർത്ത് വിലപിക്കുമെന്നാണ്. ഒരു 2 റക്അത്ത് ഞാൻ നിസ്കരിക്കാതെ പോയല്ലോ. എന്തേ കാരണം? എൻ്റെ അലസത, എൻ്റെ മടി, എനിക്ക് നിസ്കരിക്കാൻ കഴിയാഞ്ഞിട്ടാ? സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ കഴിയാഞ്ഞിട്ടാ? അതുപോലെ തന്നെ അദ്കാറു സബാഹ്, അദ്കാറുൽ മസാ, അദ്കാറുൻ നൗമ്, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റായിട്ടാ? സ്ഥിരം അല്പമെങ്കിലും ഖുർആൻ ഓതാൻ എന്നെ കൊണ്ട് പറ്റായിട്ടാ? നിത്യജീവിതത്തിലെ ദിക്റുകൾ എനിക്ക് ചൊല്ലാൻ കഴിയാഞ്ഞിട്ടാ? അല്ല, അവിടെയൊക്കെ പ്രശ്നം എന്താ? എൻ്റെ മടി, അലസത. ഈ അലസതക്ക് പോലും നാളെ പരലോകത്ത് മനുഷ്യൻ വില കൊടുക്കേണ്ടി വരുന്നതാണ്. കാരണം സൽക്കർമ്മങ്ങൾക്ക്, ഓരോ സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു അവിടെ കൊടുക്കുന്ന അപാരമായ ആ നിഅമത്തും അനുഗ്രഹങ്ങളും പ്രതിഫലത്തിൻ്റെയൊക്കെ മഹത്വം കാണുമ്പോൾ വല്ലാത്ത നഷ്ടമായി പോയല്ലോ എന്ന് മനുഷ്യൻ വിലപിക്കും എന്നാണ്. എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്, അള്ളാഹു അവസരമാണ് തുറന്നു കൊടുത്താൽ ഫുള്ള് ഇങ്ങോട്ട് വാങ്ങാത്തവൻ ആരാ ഉണ്ടാവുക? മാ ളന്നുക്കും, നിങ്ങൾ എന്താ വിചാരിച്ചത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ചോദ്യത്തിൻ്റെ അർത്ഥത. നിങ്ങൾ എന്താ വിചാരിച്ചത്? അങ്ങനെ ഒരു അവസരമാണ് കിട്ടിയാൽ ഫുള്ളാണ്ട് എടുക്കുന്നത്. അവിടെ ആരും കുറവ് വരുത്തൂല. കാരണം പരലോകത്ത് ഹസനത്ത് കിട്ടിയാൽ തീരൂല. അപ്പോൾ ഇതിൽ അതിൻ്റെ ഗൗരവം എത്രയാണ്? ഒരാൾ മറ്റൊരാളെ ഏൽപ്പിച്ച വിശ്വാസവഞ്ചന നടത്തിയാൽ അത് മറ്റുള്ളതിനേക്കാൾ ഗൗരവമാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചില്ലേ, ഏറ്റവും വലിയ പാപമേതാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞു, എന്ത്? അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവായ റബ്ബിനെ നീ സമന്മാരെ സങ്കല്പിക്കുന്ന ശിർക്ക് ചെയ്യലാണ് അള്ളാഹു ഏറ്റവും വലിയ ഗുരുതരമായ പാപമായി കാണുന്നത്. രണ്ടാമത് പറഞ്ഞു, എന്താ പറഞ്ഞറിയോ? അൻ തസ്നിയ ഹലീലത ജാരിക, അൻ തസ്നിയ ഹലീലത ജാരിക, നിന്റെ അയൽവാസിയുടെ പെണ്ണുമായിട്ട് നീ വ്യഭിചരിക്കൽ. ഏത് പെണ്ണായാലും വ്യഭിചാരം തന്നെയല്ലേ? എല്ലാം ഒന്നല്ലേ? അവിടെ നടക്കുന്ന പ്രവൃത്തി ഒന്നല്ലേ? പിന്നെന്താ അവിടെ അയൽവാസിയുടെ പെണ്ണ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരയൽവാസിക്ക്, എനിക്ക് എൻ്റെ അയൽവാസിയെക്കുറിച്ച് ഒരു വിശ്വാസമുണ്ട്, അയാൾക്ക് എന്നെക്കുറിച്ചൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണ് ഞാനിവിടെ വഞ്ചന കാണിച്ചത്. അയാൾ ഒരിക്കലും ഞാനങ്ങനെ ചെയ്യുന്ന ആൾ വിചാരിച്ചില്ല, ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യുന്നു ഞാനും വിചാരിച്ചില്ല. അപ്പോൾ ഗൗരവം കൂടുകയാണ്. അതുകൊണ്ടാണ് അത് വലിയ, അവിടെ വിശ്വാസവഞ്ചനയുടെ പ്രശ്നം വരുന്നുണ്ട്. അവനങ്ങനെ ചെയ്തില്ലേ, അവനിങ്ങനെ ചെയ്തില്ലേ, അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതാണ് ഒരാൾ വിശ്വസിച്ചു പോയി. അയാളെപ്പറ്റി നമുക്ക് 100% നമ്മൾ അങ്ങനെ അങ്ങനത്തെ ഒരാൾ ചതിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, ചതിക്കുമ്പോഴുണ്ടാകുന്ന ഗൗരവം, അതാണ് ഇവിടെയും പ്രതിഫലിക്കുന്നത്. ഇവിടെയും വിഷയം എന്താണ്? ഏൽപ്പിച്ചു പോയത്, വിശ്വസിച്ച് ഏൽപ്പിച്ചു പോയതാണ്. സമാധാനപരമായിട്ട് യോദ്ധാക്കളൊക്കെ യുദ്ധത്തിന് പുറപ്പെട്ടു പോയത് എന്തോർത്തിട്ടാ? പെൺമക്കളെ കാര്യവും ഉമ്മയുടെ കാര്യവും സഹോദരിയുടെ കാര്യവും ഭാര്യയുടെ കാര്യമൊക്കെ നോക്കാൻ ഇവിടെ ആളുണ്ട്. ഒരു വിശ്വസ്തരാണ്, അവരൊക്കെ മുഅ്മിനീങ്ങളാണ്.
അവരൊക്കെ സഹാബിമാരാണ്, അവർക്ക് യുദ്ധത്തിന് വരാൻ മോഹമുണ്ട്, പക്ഷേ പ്രതിബന്ധങ്ങളാണ് അവരെ യുദ്ധത്തിന് തടയുന്നത്, അതുകൊണ്ട് അവർ ചതിക്കൂല. അങ്ങനെയുള്ള ഒരാൾ ചതിച്ചാലോ പരലോകത്ത് ഇതാണ് വരാൻ പോകുന്നത്, ഹസനത്ത് മുഴുവനാണ് പോകും. ഇങ്ങനെ ഹസനത്ത് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഇപ്പോൾ ഇയാൾ മുഫ്ലിസായി മാറുകയാണ്. ഹദീസുകളിൽ കാണാൻ സാധിക്കും, തദറൂന മനിൽ മുഫ്ലിസ്, മുഫ്ലിസിനെ നിങ്ങൾക്കറിയാമോ? എല്ലാം പൊളിഞ്ഞ് പാപ്പറായി നഷ്ടപ്പെട്ട ആളുകൾ. നമ്മൾ ധാരാളക്കണക്കിന് പ്രസംഗങ്ങളിലൂടെ കേട്ട ഹദീസാണത്, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത് മാത്രം. സഹാബത്ത് പറഞ്ഞു, ആരാ മുഫ്ലിസ് എന്നുള്ള ചോദ്യത്തിന് അവരെന്താ പ്രതികരിച്ചത്? അൽ മുഫ്ലിസു ഫീന മൻ ലാ ദിർഹമ ലഹു വലാ ദീനാർ. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളുടെ കൂട്ടത്തിൽ അരക്കാശില്ലാത്തവൻ ആണ്, 5 പൈസക്ക് ഗതിയില്ലാത്തവനാണ് ദരിദ്രനാരായണൻ എന്ന് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ. അവനാണ് ഏറ്റവും വലിയ ഫക്കീർ, 5 പൈസക്ക് ഗതിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ആ മുഫ്ലിസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അൽ മുഫ്ലിസു, യഥാർത്ഥത്തിലുള്ള ദരിദ്രൻ എന്ന് പറഞ്ഞാൽ നാളെ മഹ്ശറിൽ വമ്പിച്ച കർമ്മങ്ങളുടെ ഭാണ്ഡവും പേറിക്കൊണ്ടവൻ വരും. നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്. അതുകൊണ്ടൊക്കെ അവൻ നാളെ മഹ്ശറിൽ വരും. പക്ഷേ അതോടൊപ്പം ദുന്യാവിൽ വെച്ച് മരണത്തിൻ്റെ മുമ്പ് പൊരുത്തപ്പെടിക്കേണ്ടുന്ന ചിലരോടവൻ പൊരുത്തം വാങ്ങിയില്ല, പൊരുത്തപ്പെടിക്കാതെ അവൻ മരിച്ചുപോയതാണ്. അങ്ങനെയുള്ള ആളുകളെ ചിലരെ അവൻ അടിച്ചിട്ടുണ്ട്, ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്, ചിലരെ അവൻ ഖദഫ, വ്യഭിചാരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ചിലരുടെ പേരിൽ അവൻ ഇല്ലാക്കഥകൾ മെനഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ട്, ചിലരെ അവൻ രക്തം ചിന്തിയിട്ടുണ്ട്, ചിലരുടെ ധനം അവൻ അന്യായമായി കൈക്കലാക്കിയിട്ടുണ്ട്, അവൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കുറേ പാപങ്ങളുമായിട്ട് ഇതേ മനുഷ്യൻ തന്നെ മഹ്ശറിൽ വരികയാണ്. എന്നാലോ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആളുകൾ ഇയാളെ നിർത്തിയമാതിരി അങ്ങനത്തെ ആൾക്കാരെ മുമ്പ് കൊടുന്നു നിർത്തും. എൻ്റേതായ രൂപത്തിലുള്ള അക്രമങ്ങൾക്ക്, ഈ വിധ അക്രമങ്ങൾക്ക് ആരൊക്കെ ഇരയായോ അവരെയും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്നോട് ഞാൻ ചെയ്തിട്ടുള്ള അക്രമങ്ങളുടെ കണക്കനുസരിച്ച്, അവിടെ റബ്ബ് അവിടെ കണക്ക് പറഞ്ഞു, അതിനനുസരിച്ചുള്ള നന്മകൾ അങ്ങനെ അത് റബ്ബ് കണക്കാക്കിക്കോളും. ഇവിടെ അതൊന്നുമില്ല കേട്ടോ. ഇവിടെ പറഞ്ഞാൽ എന്താ പറയുക, ഫുള്ളാണ് വലിക്കുന്ന പറഞ്ഞത്. അവിടെ അല്ലാഹു തആല അവിടെ അങ്ങനെ ഓരോരുത്തർ ചെയ്തിട്ടുള്ള ദുൽമിനനുസരിച്ച് അവൻ്റെ ഹസനത്ത് അങ്ങനെ അവന് പകരം കൊടുക്കുന്നു. അല്ലാതെ അപ്പോൾ അവിടെ തിരിച്ചടിക്കാനോ തിരിച്ച് അങ്ങോട്ട് ഗീബത്ത് പറയാനോ ഒന്നുമല്ല. അവിടെ തിരിച്ച് ധനം കൊടുക്കുക, അവിടെ ദീനാറും ദിർഹമിൻ്റെയും കച്ചവടവും, ഇങ്ങോട്ട് ഗീബത്ത് പറഞ്ഞോനെങ്കിൽ ജനകോടികളുടെ മുമ്പിൽ വെച്ച് അങ്ങോട്ടും ഗീബത്ത് പറയുക, അതൊക്കെ ആണെങ്കിലാണ് രക്ഷപ്പെടുമായിരുന്നു. അതൊന്നുമല്ല കേസ് ഉണ്ടാവുക. അമരാട് പോവും. നിസ്കരിച്ചതിൻ്റെ കൂലിയില്ല, നോമ്പെടുത്തതിൻ്റെ കൂലിയില്ല, സക്കാത്ത് കൊടുത്തതിൻ്റെ കൂലിയില്ല. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാത്തതിന് സങ്കടപ്പെടുന്ന ലോകത്താണ് നിർബന്ധ നിസ്കാരത്തിൻ്റെ, നോമ്പിൻ്റെ, സക്കാത്തിൻ്റെ, ഹജ്ജിൻ്റെ കൂലി മറ്റുള്ളവർ കൊണ്ടുപോകുന്നത്. എന്തേ കാരണം? അവനെ മാനസികമായി പ്രയാസപ്പെടുത്തിയതിന്, അവനുമായിട്ടുണ്ടായ പ്രശ്നങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെടിക്കാതെ മരിച്ചുപോയി. എൻ്റെ ഹസനാത്തുകൾ അവൻ എടുക്കുകയാണ്. ഹസനാത്തുകൾ കൊടുത്തിട്ടും ഇടപാട് തീരാത്തത്ര ഞാൻ അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് സംഭവിക്കുന്നത് എൻ്റെ തിന്മകളിലേക്ക്, അവരുടെ തിന്മകൾ കൂടി എൻ്റെ തിന്മകളിലേക്ക് വരവ് വെക്കും എന്നാണ്. അപ്പോൾ അവരുടെ പാപഭാരവും കൂടി ഞാൻ ഏൽക്കേണ്ടി വരും. അത്ര ഗൗരവമാണ് എന്ന് ഇസ്ലാം പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ ഹദീസിൽ പറയാത്തൊരു വിഷയമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ അതും രണ്ടും കൂടെ കണക്ട് ചെയ്ത് പറയാൻ കാരണം. പരലോക കോടതിയിൽ നടക്കുന്ന ഖിസാസ് മൃഗങ്ങൾക്കിടയിൽ നടക്കുന്ന വിധത്തിലല്ല മനുഷ്യർക്കിടയിൽ നടക്കുക. മൃഗങ്ങളും നാളെ മഹ്ശറിൽ അക്രമം കാണിച്ച മൃഗത്തെ പ്രതിക്രിയാ നടപടിക്ക് വിധേയമാക്കും. അക്രമിയായ മൃഗത്തിന്, ആക്രമിക്കപ്പെട്ട മൃഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിക്രിയയുണ്ടാകുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്ത മൃഗത്തെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കുത്തിക്കും എന്നാണ്. അതോടുകൂടെ കഴിഞ്ഞു. എന്നിട്ട് ബാക്കി അവരോട് പിന്നെ കൂനി തുറാബ എന്ന് പറയലാണ്. പ്രതികാര നടപടികളൊക്കെ എടുത്തതിൻ്റെ ശേഷം മൃഗലോകത്തോടും ജന്തുലോകത്തോടൊക്കെ അവരോടൊക്കെ എന്തു പറയും? നിങ്ങൾ മണ്ണായി പൊയ്ക്കോളിൻ. അതേ അവസരത്തിൽ മനുഷ്യർക്ക് അങ്ങനെ ഇങ്ങോട്ട് അടിച്ചോനെ അങ്ങോട്ട് അടിക്കണ പരിപാടിയില്ല, ഇവിടെ പൈസ എടുത്തോണ്ട് അങ്ങോട്ട് തിരിച്ചു പറയുന്ന പരിപാടിയില്ല, ഇങ്ങോട്ട് അപമാനിച്ചവനെ അവിടെ ജനകോടികളുടെ മുമ്പിൽ അപമാനിക്കണ പരിപാടിയില്ല. അതൊന്നുമല്ല, ഹസനാത്തുകളാണ് പോകും, സൽക്കർമ്മങ്ങളാണ് പോകും. അതിനേക്കാൾ വലിയൊരു വേദന ഇനി എന്താ ഉണ്ടാവുക?
എന്ത് വേദനയാണ് അതുകൊണ്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കി. നമ്മളിവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇബാദത്തുകളൊക്കെ പരലോകത്ത് വേറുള്ളവർ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ കഴിയുമോ? ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും ആകെ നമ്മുടെ പ്രാർത്ഥന എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ എന്നാണ്. അള്ളാഹുവേ നീ കബൂലാക്കണേ എന്നാ. കബൂലാക്കിയാലേ പരലോകത്ത് അത് കാണുള്ളൂ. കബൂലാക്കിയില്ലെങ്കിൽ അത് വെറുതെ ഊലേ. അപ്പം ഏറ്റവും വലിയ ഹുസ്റാനൻ മുബീന, അങ്ങേയറ്റത്തെ അഗാധമായ നഷ്ടത്തിൽ അവൻ അകപ്പെട്ടു പോകുമെന്ന് പറയുന്ന അവസ്ഥ. അപ്പം ഇതിപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യം മാത്രം അതിലേക്ക് ചുരുക്കരുത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മെ വിശ്വസിക്കുന്ന ഒരാളുടെ ഭാര്യയെ, അയാളുടെ ബന്ധപ്പെട്ടവരെ ഇങ്ങനെ ഒരാൾ ചെയ്താൽ അതിനും ഇതേ രൂപത്തിലുള്ള ഗൗരവമല്ലേ? അതുകൊണ്ട് നമുക്കെന്താ ചെയ്യാനുള്ളത്? നമുക്ക് ചെയ്യാനുള്ളത് അള്ളാഹുവിനോട് നല്ലോണം ഇസ്തിഗ്ഫാർ നടത്തണം. ഒരാളുടെ ഭാര്യയെ നമ്മൾ അകാരണമായി ഏതെങ്കിലും ഞങ്ങളെ പെണ്ണിനെ നോക്കിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ അത് അതിലേറെ കുഴപ്പമാവും. പണ്ഡിതന്മാരത് പ്രത്യേകം പറയുന്നുണ്ട്. ചില കേസുകൾ പൊരുത്തപ്പെടിക്കാൻ പറ്റൂലാണ്. പൊരുത്തപ്പെടിക്കേണ്ടത് ആരെയാണ്? പെണ്ണിനല്ലല്ലോ, പെണ്ണല്ലല്ലോ, ആണല്ലേ. ഈ ഭർത്താവിനല്ലേ വഞ്ചിച്ചത്. അയാളോട് പോയിട്ട് ഞാൻ നടന്ന കാര്യമൊക്കെയാണ് പറഞ്ഞാലോ എന്താ സംഭവിക്കുക? അത് മഫ്സദത്താ ഉണ്ടാവുകയെന്നാണ്. അവിടെയാണ് ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ഒരു തത്വം വരുന്നത്. മഫ്സദത്ത്, ഒരു കാര്യം പറഞ്ഞാൽ രണ്ട് ഫസാദ് ഉണ്ടാകും. ആ ഫസാദിൽ ഏറ്റവും താരതമ്യേന കുഴപ്പം കുറഞ്ഞ ഫസാദ് തിരഞ്ഞെടുക്കണം എന്നാണ്, ഒരു വലിയ ഫസാദ് ഉണ്ടാവാതിരിക്കാൻ. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായി? നമ്മൾ പൊരുത്തപ്പെടിക്കാനാണ് ചെന്നത്, പിന്നെന്തായി? ആകെ പ്രശ്നമായി എന്ന് മാത്രമല്ല, പിന്നെ മരണം വരെ നമ്മളെ സംശയത്തോടെ ആ മനുഷ്യർ എന്ത് ചെയ്യുള്ളൂ? നോക്കുകയും ചെയ്യുള്ളൂ. നമ്മളെത്ര തൗബയിലിട്ടും കാര്യമില്ല, നമ്മളെത്ര നന്നായിട്ടും കാര്യമില്ല. അങ്ങനെയെല്ലാം ചെയ്ത് ആ മനസ്സിൻ്റെ ഒരു കോണിൽ ഒരു തീപ്പൊരിയായിട്ട് അവിടെ ഇങ്ങനെ ഉമിത്തീ പോലെ ഉമിയുടെ ഉള്ളിലായിട്ട് ഇങ്ങനെ കിടക്കും. എപ്പോൾ വേണമെങ്കിലും അത് ആളിപ്പടരാം. അതുകൊണ്ട് തന്നെ അത്തരം കേസുകളിൽ ഭർത്താക്കന്മാരെ, ബന്ധപ്പെട്ട ആങ്ങളമാരെ ഒന്നും പൊരുത്തപ്പെടിക്കാൻ പോകരുത് എന്നാണ്. മറിച്ച് എന്ത് ചെയ്യണം? അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹുവിനോട് പൊറുക്കണേ എന്ന് പറയുക. ആരെയാണോ നമ്മൾ വഞ്ചിച്ചത് ആ വഞ്ചനക്കിരയായ ആൾക്ക് വേണ്ടി മരണം വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, മരിച്ചുപോയവരാണെങ്കിൽ അവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ, അവർക്ക് സ്വർഗം നൽകണേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കലല്ലാതെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അവകാശികളോട് പറഞ്ഞു പൊരുത്തപ്പെടിക്കുക എന്ന് വെച്ചാലും നിവൃത്തിയില്ല. അപ്പോൾ ഇത്തരം കേസിൽ അതിന് നമുക്ക് പൊരുത്തപ്പെടിക്കുന്ന ചാൻസ് ഇല്ല. അത് കളവ് നടത്തിയതിൻ്റെ കാര്യത്തിലുണ്ട് ഫുഖഹാക്കൾ ചിലയിടത്ത് അങ്ങനെ പറയുന്നുണ്ട്. ഒരാളുടെ മുതൽ നമ്മൾ കട്ടിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഇഞ്ഞ വേണ്ടിയിരുന്നില്ല, അങ്ങനെ പൈസ തിരിച്ചു കൊടുക്കാൻ ചെല്ലാണ്. ഞാൻ മുതലാളുടെ പൈസയൊക്കെ അറിയാതൊക്കെ എടുത്തു. അയാളോട് ഞാൻ പറയണേ ഇങ്ങനെ ഞാൻ എടുത്തിരുന്നു കേട്ടോ, നിങ്ങൾ പാപ്പാക്കണം എന്ന് പറഞ്ഞാൽ എന്നെ പിരിച്ചുവിടലുണ്ടാകുക. അപ്പോൾ അതിനേക്കാണോ വലിയ അവസരത്ത് അതിൻ്റെ ജോലിയാണ് പോകും. അപ്പോൾ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, അറിയാതെ എങ്ങനെയെങ്കിലും അയാളെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ വല്ല വഴിയുണ്ടോ നോക്കുകയാണ്. അയാളെ അക്കൗണ്ടിലേക്ക് പൈസയാണ് പോയിക്കോട്ടെ, എത്ര എടുത്തതെന്ന് എനിക്ക് ഏകദേശം ഒരു കണക്കുണ്ടോ, എന്നാൽ നീ അയാളുടെ അക്കൗണ്ടിലേക്ക് അയാളറിയാതെ, നീയാ കൊടുക്കുന്നതെന്നറിയാതെ വേറെ ഏതെങ്കിലും വിധത്തിൽ അയാളെ അക്കൗണ്ടിലേക്ക് പൈസ ഉണ്ടാക്കുക. ഒന്നിനും നിവൃത്തിയില്ലേ അയാളെ ബന്ധപ്പെട്ടവർക്ക് കൊടുത്താലും പ്രശ്നമാണ്. അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ ആ പണം സ്വതക്ക ചെയ്യുക, ധർമ്മം ചെയ്യുക. അയാൾക്ക് അതിൻ്റെ കൂലിയിട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സ്വതക്ക ചെയ്യുക. എനിക്ക് കിട്ടൂല, എനിക്ക് പറ്റാത്ത മുതലാണത്, നമ്മളെ പലിശയുടെ മുതൽ പോലെ. എന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇതൊക്കെയാണ് സാമ്പത്തികമായ ആ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതേ അവസരത്തിൽ സിനാ പോലെയുള്ള ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അവിഹിതമായ ആ നിരക്കുള്ള ലൈംഗികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അത് പറഞ്ഞുകൂടാ. അത് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വലിയതായിരിക്കും. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുകയും ആ വ്യക്തിക്ക് വേണ്ടിയും നിരന്തരമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഇത് തന്നെയാണ് ഗീബത്ത് പറഞ്ഞിട്ടുള്ള ആളുകളുടെ വിഷയത്തിലും ഫുഖഹാക്കൾ, പണ്ഡിതന്മാർ പറയുന്നത്. നമ്മളൊരാളെക്കുറിച്ച് ഒരുപാട് ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അയാളോട് പോയിട്ട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി നിന്നാൽ അത് ഫസാദാണോ കൂടുതലുണ്ടാവുക? എന്നാൽ പിന്നെ പറയാൻ പോകണ്ടാന്ന്. ഞങ്ങളെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് നമ്മളോട് വെറുപ്പ് കൂടുകയാണോ ചെയ്യുക, അതോ ബന്ധം വർദ്ധിക്കുകയാണോ ചെയ്യുക? മിക്കവാറും അത് ചിലപ്പോൾ അകലേ ചെയ്യുക. എന്നാൽ പിന്നെ അത് മുണ്ടണ്ട. അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ, ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും മരിച്ച ആളാണെങ്കിലും അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ഇങ്ങനെ പറയുക. അയാളെ എവിടെയെല്ലാം നമ്മൾ അപമാനിച്ച് സംസാരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ അയാളെ പുകഴ്ത്തി പറയുക. അങ്ങനെയൊക്കെയാണ് അതിനുള്ള പരിഹാരങ്ങളായി പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത്
വിശദീകരിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, എന്തായിരുന്നാലും വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണ് ഫുഖഹാക്കൾ അതിൻ്റെ മാർഗങ്ങളൊക്കെ ഇത്ര വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. കാരണം അതൊന്നും ചെയ്യാതെ വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഞാനാണ് മരിച്ചു പോയാൽ എന്താ സംഭവിക്കുന്നത്? പരലോകത്ത് ഹസനത്തുകൊണ്ട് വേറുള്ളവർ പോകും, നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മറ്റുള്ളവർ പോകും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ശേഷമുള്ള ഹദീസുകളും ഉപോത്ബലകമായ ഹദീസുകളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും എല്ലാവിധ ഫിത്തനകളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിലും എല്ലാവരിലും അള്ളാഹു തആല കാവൽ നൽകുമാറാകട്ടെ. മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നും റബ്ബ് എല്ലാ അർത്ഥത്തിലും മോചനം നൽകുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.